ഞങ്ങൾ കുടുംബക്ഷേത്രം അഷ്ടമംഗല്യ പ്രശ്നം ചിന്തിക്കാൻ തൃശ്ശൂർ വല്ലച്ചിറ കാലടിക്കൽ കുടുംബക്കാരാണ്. കാലടിക്കൽ കുടുംബക്കാരാണ്. കാലടിക്കൽ എന്നേ കേട്ടുള്ളൂ. കാലടി കളരിയാന്നൊക്കെ പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നീട് പറഞ്ഞത് നിങ്ങളാന്നാ തോന്നുന്നത്. നല്ല പരിഭ്രമം ഉണ്ടായിരുന്നു. പ്രശ്നം ക്ഷണിക്കുന്നതിനേക്കാൾ ഉപരി ലോക്യം പറയാനുള്ള ഉത്സാഹമായിരുന്നു. കാലടിക്കൽ കളരിക്കൽ എന്നായിരിക്കും പറഞ്ഞതിന്റെ തിരക്കിൽ കുടുംബക്കാരാണ്. തൃശ്ശൂര് വല്ലച്ചിറ 4. കൗരി വെക്കി ഞങ്ങള് 3. കുടുംബക്ഷേത്രം 3-5 ക്ഷേത്രം അഷ്ടമംഗല പ്രശ്നം 7 ചിന്തിക്കാൻ 3. തൃശ്ശൂർ 3. വല്ലച്ചിറ 4. കാലടിക്കൽ 4. കുടുംബക്കാരാണ്. കുബേരൻ കുബേരനാണ്. നന്നായി. കുബേരനാണ് ദേവത. അഷ്ടദിക്പാലന്മാരുടെ കുബേരനാണ്. നന്നായി. സാമ്പത്തികത്തിന് അവനെ. അതെ. അദ്ദേഹം ഒരക്ഷരം വിട്ടുപോയത് നന്നായി അല്ലേ? വിട്ടുപോയത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവുമോ അതില്? ഞാൻ അതാണ് പറഞ്ഞതെന്നുള്ള സംശയം ഉണ്ടാവും. ഇത് ശരിയാവും. അതല്ല കുബേരൻ അത് മാറ്റണ്ട. കുബേരൻ വന്നാൽ പിന്നെ ഇത് ക്ഷണിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന കാര്യത്തിൽ ഇങ്ങനെ പലതും വരും. വ്യക്തത കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് അതിനു വേണ്ട സംവിധാനം ഞാൻ എൻ്റെ മുറിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ആ സമയത്ത് നിങ്ങൾ പറയുന്ന മുഴുവൻ റെക്കോർഡഡായിരിക്കും. അതിനുശേഷം നിങ്ങൾ ആദ്യം പറഞ്ഞ അക്ഷരം എഴുതി തയ്യാറാക്കിയിട്ടാണ് രേഖപ്പെടുത്തുക. അപ്പൊ ഞാൻ തന്നെ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അത് കാലടിയല്ല, കാലടിക്കൽ എന്നല്ല, കളരിക്കൽ എന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും കേട്ട് നോക്കുമ്പോഴാണ് കാലടിക്കലിനേ പറഞ്ഞുള്ളൂ. തിരക്കിന്റെ ഇടയില് ശരിയായിരിക്കും മതി എന്ന് വിചാരിച്ച. ഇതെല്ലാം നന്നായി. ദേവദ്വിജാർച്ചന വിധിയും ജനിഭേജനാനാം രക്ഷാന്തയെ വിഹിതവാൻ അളകാതിനാഥ. അല്ലെ, ദേവദ്വിജാർച്ചന വിധിയും ജനിഭേ വാർഷികമായിട്ട് ജനിഭത്തിങ്കൽ ജനാനാം രക്ഷാന്തയെ വിഹതവാൻ അളകാതിനാഥ. അപ്പം ദേവതയെ അറിഞ്ഞു പൂജിക്കണമെന്നാണ്. അതോടുകൂടെ ദേവദ്വിജാർച്ചന വിധി, ബ്രാഹ്മണരെയും ദേവതകളെയും തുല്യ പ്രാധാന്യത്തോടുകൂടെ ആരാധിക്കേണ്ടതിന്റെ വർഷത്തിൽ ഒരിക്കൽ. ഇവിടുത്തെ ശരിക്കും സാക്ഷാത്കാരം പറഞ്ഞു. കാരണം ഈ പാരമ്പര്യത്തെയും ആ ബ്രാഹ്മണ കുടുംബത്തെയും ഇത്രയും വേണ്ടു. അതാണ് ദേവദ്വിജാർച്ചന വിധിയും ജനിവേദനാനാം വിക്ഷാന്തവും വിഹിതവാൻ അളകാതിനാഥ.
ശരിക്കും എന്താണോ പ്രശ്നത്തിൽ ഉരുത്തിരിഞ്ഞു വന്നത് ആ വിഷയം തന്നെയാണ്. ആ തെറ്റുകിടക്കായിട്ടുള്ള ആ ഭാഗത്തെ ബ്രാഹ്മണ ഇല്ലെന്ന് തന്നെയാണ് ഇതിന്റെ ശരിക്കും കേന്ദ്ര ബിന്ദു. അത് വിഷയം കൃത്യമാക്കിയാൽ അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഞങ്ങള് തന്നെ മൊത്തം 33 കഴിച്ചു. എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് നേരെയാക്കാൻ നമുക്ക് സാധിക്കില്ല. എല്ലാ കാര്യവും ഭൂമിയൊക്കെ നേരെയാക്കിയതിന് ശേഷം നേരെയാക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതുകൊണ്ട് നമ്മൾക്ക് സാധിക്കുന്ന കാര്യങ്ങൾ ഘട്ടങ്ങളായിട്ട് നേരെയാക്കി ചേർക്കാൻ വേണം. ഞങ്ങള് എന്നല്ലേ, ഞങ്ങള് എന്ന് പറയുന്നത് ചില്ലക്ഷരായിട്ടല്ലേല്ലോ. ഞങ്ങള് എന്നല്ലേ. അനിഷ്ടത്തിന്റെ കാര്യമാണ്. തുലാരാശിയല്ലേ, അഗജനവയ വർഗ. ഒരു അരമണിക്കൂർ ഞാൻ വിളിക്കാം. അതെ. അതീവ അനിഷ്ടതാം പ്രച്ഛതാം. അതീവമായ അനിഷ്ടം എന്തായിരിക്കും? അതീവാനിഷ്ടതാം പ്രച്ഛതാം. അധിപതിയുടെ 12ാം ഭാവസ്ഥയല്ലേ. ഈ സാമ്പത്തികമായ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ആരോ ചെയ്തു വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില ഷെയർ മാർക്കറ്റിലോ അങ്ങനെ ചൂതുകളി പോലെയുള്ള കാര്യത്തിലോ എന്തിലോ പണം കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. എന്തായിരുന്നാൽ അത് മൊത്തം നഷ്ടപ്പെടും. തുലാരാശിയല്ലേ ഇതല്ലേ. അതീവാനിഷ്ടതാം പ്രച്ഛതാം. അതീവമായ അനിഷ്ടമാണ് എന്ന് പറയുമ്പോൾ അവിടെ തുലാരാശിയിലെത്താവുന്ന സമയത്ത് അവിടെ ലാഭാധിപനായിട്ടുള്ള ഗ്രഹം നീചസ്ഥനായിട്ട് നിൽക്കല്ലേ. ആ 12 ശുക്രന് നല്ല ഫലം പറയാൻ തോന്നും. ലഗ്നാധിപനാവരുത്. അപ്പൊ ലാഭാധിപനായിട്ടുള്ള ഗ്രഹം ദുർബലനായിട്ട് വരുന്നു ലാഭഭാവത്തിൽ. അപ്പൊ സാമ്പത്തിക ഹേതുവായിട്ട്, സാമ്പത്തികമായുള്ള ആഗ്രഹം കാരണമായിട്ട് എന്തിലോ കൊണ്ടുപോയിട്ട് സർവ്വധനവും മുതൽ മുടക്കിയിട്ടുള്ള ഒരു വിഷയം ഉണ്ടാവും ഇവിടെ. അതല്ലേ അത്. അല്പധനവാൻ എന്നൊക്കെ പറഞ്ഞല്ലോ സൂര്യൻ. അതിപ്പം തറവാടിന്റെ മൊത്തം ഫലം ഇല്ലെങ്കിൽ ഒരു കുടുംബത്തിന് വലിയ നാശത്തിന് കാരണമായി തീരുവാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ചിന്തയൊക്കെ വരുമ്പോൾ അതിനെന്തെങ്കിലും കാരണങ്ങളായിട്ട് ഇത്തരം വ്യാപാരത്തിലൂടെയോ മറ്റെന്തെങ്കിലും കാര്യത്തിലൂടെയോ ഒക്കെ സാമ്പത്തിക നഷ്ടം വന്നു പോകുന്നത് ശ്രദ്ധിക്കണം. എന്തായിരുന്നു ഗണം ഏതാ വരിക? ഞങ്ങള് ചില ലഘുവല്ലേ ചില്ലക്ഷരല്ലേ. ചില്ലക്ഷരാണെ മറ്റേത് ഗുരുവാവും. ഇത് സ്വാഭാവികമായ ഉള്ള് എന്ന് പറയുന്ന ശബ്ദം. ഞങ്ങള് ലഘു എൽ എന്നുള്ളത് ചില്ലക്ഷരാണെങ്കിൽ ഇത് ചില ലഘുവാണ്. തത്വസല്ലഭവോ
തദ്ദസൽ ലഘവോ ഗണാരാതായ നഗന വന്യ അംബര അംബോ ദിവോ അമർത്യാസ്യു മൃതി ശൂന്യത ഉത്തമ സമൃദ്ധി ആയുഷി നന്നായല്ലോ. ഇപ്പൊ ദേവദ്വിജാർച്ചന വിധിയും ജനിഭേ ജനാനാം വീക്ഷാന്തയെ എന്ന് പറഞ്ഞുള്ള ദേവതകളെ മനസ്സിലാക്കി വിധി പോലെ പൂജിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുസിന്റെ കാര്യത്തിൽ ഒരു ഗുണമുണ്ട്. നേരത്തെ പറഞ്ഞ ദോഷത്തിനൊരു പ്രായശ്ചിത്തം കിട്ടും. അത് വ്രതാനുഷ്ഠാനങ്ങളോട് കൂടെ വ്രതം നിങ്ങൾക്ക് എന്തായാലും അനുഷ്ഠിക്കാനാവില്ല എന്ന് തന്നെയല്ലേ? ഒരുപാട് കാലം പറ്റില്ല. കുഴപ്പമില്ല. ഈ തുലാന്റെ ആശ്രയഫലം അത് പറയണേ സൂര്യൻ ഇല്ലാതിരിക്കണ്ടേ? സൂര്യൻ ഉണ്ടാവുന്ന സമയത്ത് ജാതസ്ഥൗലിനി ശൗണ്ടിക അധ്വനിരത ഹൈരണ്യകോ നീചകർത്ത് എന്നല്ലേ? ജാതസ്ഥൗലിനി ശൗണ്ടിക ശൗണ്ടികൻ എന്ന് പറയുമ്പോൾ അതെ. മദ്യപാനത്തിൽ പിന്നെ അത്യധികം മദ്യപാനത്തിൽ നിന്ന് ഒരിക്കലും മോചിപ്പിക്കാൻ പറ്റാത്തവരുണ്ട് കേട്ടോ തറവാട്ടില്. സജീവി ജാതസ്ഥൗലി ശൗണ്ടിക അധ്വനിരത അധ്വാവിൽ നിരത അധ്വനിരത ധ്വനിയിൽ രതി ഇല്ലാത്തവൻ, ശബ്ദം കേൾക്കാൻ പാടില്ലാത്തവൻ, അത് വിമുഖനാണ്. അധ്വനി നിരത ധ്വനി വഴി അധ്വാവിങ്കൽ നിരതൻ എല്ലാ സമയത്തും വഴി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇവിടേക്ക് എത്താൻ സാധിക്കാത്ത അവസ്ഥയല്ലേ ധ്വനിരത. ഹൈരണ്യകൻ സ്വർണത്തിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ എന്തോ ഒരു ക്രമക്കേടായല്ലോ വന്നിട്ടുണ്ട്. എന്താ ആരാണിപ്പം പറയില്ലെങ്കിലും സ്വകാര്യമായിട്ട് അങ്ങനെ എന്തെങ്കിലും കുടുങ്ങി ആ പ്രലോഭനത്തിൽ പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ മാറുന്നതാണല്ലോ, രക്ഷയുണ്ടാവില്ല. ആനക്കാരൊന്നുമില്ല, ആനയിൽ താല്പര്യമുള്ളവരൊന്നുമില്ല. ആനയിൽ താല്പര്യമുള്ളവരുണ്ട്. പൂരം മാത്രമല്ല താല്പര്യമുണ്ട്. അതെ, കുഴപ്പമില്ല. തൃശ്ശൂർക്കാരായി കഴിഞ്ഞാൽ പിന്നെ ആനോട് താല്പര്യം ഉണ്ടാവും. ആനയോഗം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ആനയോഗം വേണ്ട തൽക്കാലം. ഇതൊക്കെ നേരെയാവട്ടെ, എന്നിട്ട് ആന വന്നാൽ മതി. സവൈപര്യൻ ഹാസബുദ്ധി പ്രയാതി എന്നല്ലേ? സവൈപര്യൻ ഹാസബുദ്ധി പ്രയാതി. ഉയർച്ച താഴ്ചകൾ അദ്ദേഹത്തിന് ഗുണപ്പെടുത്തുക പോലെയാണല്ലേ? എന്തോ ഒരു ഡീപ്രമോഷൻ പോലെയോ ഒരു സാമ്പത്തിക ക്ഷയം പോലെയോ സംഭവിക്കാനുള്ള കാര്യങ്ങളും പിന്നെ അങ്ങനെ എന്തോ ഒരു അപകട സൂചന ഉണ്ട്. അതാണ്. പിന്നെ പ്രശ്നാക്ഷരാണി ചേഷ്ടാഭാവ വിലോകനേച്ഛ വസനാത് അന്യച്ഛ തൽക്കാലജം പ്രച്ഛായാഹ സമേ. അതെ, ഇതുകളെ കൊണ്ടൊക്കെ ഫലം വക്തും എന്നല്ലേ ന്യായം. ഫലം പറയാൻ വേണ്ടി ന്യായങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം. പൃച്ഛ കഴിഞ്ഞ സമയത്ത് അതെ നിർഗച്ഛൽ സമയെ ജീവകാലഹോരാധികെ ശുഭസമയത്തിൽ പ്രശ്നത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഗ്രഹിച്ചുകൊണ്ട് ശുഭസമയത്തിൽ പ്രശ്നത്തിന് ഇറങ്ങി. വ്യാഴത്തിന്റെ കാലഹോരയിൽ അത് പിന്നെ
അതെ, അല്ല ഇറങ്ങിയത് വ്യാഴത്തിന്റെ കാലഹോരയിലാണ്. പ്രശ്നത്തിന് ഇറങ്ങുന്ന സമയത്ത് അത് ശുഭനിമിത്താണോ, ഒരു വാഹനയാത്രക്കാരൻ വന്ന് നമ്മള് പോയിക്കോട്ടെ എന്ന് കരുതി അദ്ദേഹം സ്കൂട്ടർ നിർത്തി. പിന്നെ പോയിപ്പോ ഞാൻ കാറിൽ കയറിയില്ല. കാറിൽ കയറുന്ന സമയത്ത് ഒരു സ്കൂട്ടറുകാരൻ വന്ന് അവിടെ നിർത്തി. അദ്ദേഹം നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾ പോയിക്കോ, കാരണം അദ്ദേഹത്തിനല്ലേ ദക്ഷിണ ഞാനല്ലേ കൊടുക്കണ്ടേ. അപ്പൊ അദ്ദേഹത്തിനോട് പോയിക്കാം. അതാണ് ആദ്യത്തെ നിമിത്തമുണ്ടായത്. അതല്ലാതെ ഒരു ദോഷനിമിത്തങ്ങളായിട്ടൊന്നും അതിനെ പറയേണ്ടതില്ല. അതാണ് നിമിത്തം. വാഹനത്തിന്റെ പുറത്തിരിക്കുന്നയാള് നിൽക്കണോ പോണോ, അല്ലെങ്കിൽ ആദ്യം ഇയാള് മുന്നോട്ട് പോയിക്കോട്ടെ, പിന്നീട് പുറപ്പെട്ടാൽ മതി എന്ന് പറയുന്നത് ഒരു ദേവതാ ചർച്ച ചെയ്ത് വെച്ചാണ്. അല്ല, അടിസ്ഥാനം തന്റെ കാര്യത്തെ ഒന്ന് കണ്ടിട്ട് പുറപ്പെട്ടാൽ മതി എന്ന് കൃഷ്ണമായയുടെ കാര്യം തന്നെ ആയിരിക്കും. കാരണം കൃത്യമായിട്ട് നിന്നിട്ട് അദ്ദേഹത്തെ ഒരു വീരവസ്ത്രം തന്നെയാണ്. ഒരു ഷർട്ടും പാൻറ്റും പുറത്തെ പാൻറ്റും. ആ വിഷയം പിന്നെ ചർച്ച ചെയ്തുകൊണ്ട് വിഷമായുടെ കാര്യം ആ തരത്തിൽ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെ വാഹന അപകടം സൂക്ഷിക്കേണ്ടതുമുണ്ട്. നാനാഭാവത്തിൽ പാപഗ്രഹത്തിന്റെ യോഗം ഉണ്ടാവുന്ന സമയത്ത് വാഹനത്തിൽ നിന്നുണ്ടാവുന്ന ആപത്തുകളും മറ്റും ശ്രദ്ധിക്കണം എന്ന് പറയേണ്ട കാര്യമുണ്ട്. വാഹനകാര്യം മാത്രമല്ല, യാത്രാകാര്യം നേരത്തെ പറഞ്ഞല്ലോ. പ്രവാസമേ ശുഭാശുഭം പൃഷ്ഠവും. ഇപ്പൊ 9 ലഗ്നാധിപൻ പാപയോഗത്തോടുകൂടെ നിൽക്കുന്ന സമയത്ത് ദൂരസ്ഥലത്തൊക്കെ എത്തി അവിടുന്ന് ബുദ്ധിമുട്ടിപ്പോകുന്ന ലക്ഷണങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തല്ലോ. അതും കൂടെ അതെ, മാർഗത്തിൽ പിന്നെ ദുർനിമിത്തങ്ങളൊന്നും ഉണ്ടായില്ല. അപകടങ്ങളോ അങ്ങനെയുള്ള അനിഷ്ടങ്ങളായ ഒരു സംഭവങ്ങളും ദൃശ്യമോ കേൾക്കാനോ സാധിച്ചില്ല. ഇവിടെ എത്തിയ സമയത്ത് വഴി തെറ്റി എന്ന് തോന്നുന്ന സമയത്ത് തെറ്റിയിട്ടില്ല, ഞാൻ പറയേണ്ടതെന്ന് പറഞ്ഞിട്ടാ മനോജ് ചോദിച്ചത്. നമ്മള് ഇവിടെ എത്തിയ സമയത്ത് ഈ ഗൂഗിളാണല്ലോ മാർഗം നയിക്കുന്നത്. നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണ് എന്ന് പറഞ്ഞ സമയത്ത് നോക്കുന്ന സമയത്ത് ഒന്നും കാണാനില്ല. എവിടെയാന്നുള്ള ഒരു വ്യക്തമായൊരു ധാരണ ഇല്ല. അപ്പോഴാണ് പറഞ്ഞത് പിന്നെ പുറകിലുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ പുറകിലെത്തിയിരുന്നു. ഭഗവതിയുടെ പ്രാധാന്യത്തെ സൂചിപ്പിച്ചു. ഇവരുടെ വത്സായിരുന്നു അതിന്റെ കാര്യം. അല്ല, ആ ദേവീക്ഷേത്രത്തിന്റെ മുന്നിൽ നിർത്തേണ്ടി വന്നു. സ്ഥലം ഇവിടെയാണ്. ദേവീക്ഷേത്രത്തിന് മുമ്പിൽ ഈ പ്രശ്നത്തിന്റെ ഒരു ഫ്ലക്സ് ഒക്കെ വെച്ചിട്ട് മാർഗത്തിലുണ്ടായൊരു ഫലം അതിന്റെ മുമ്പിലെ വീട് സംശയം കാരണം അവിടെ നിർത്തി അവിടെ നിർത്തിയിട്ട് ഇതാണ് അല്ല അനുഭവത്തിനൊക്കെ വഴി കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം നിശ്ചയിച്ച പ്രധാന ദേവാലയത്തിനൊക്കെ ഭഗവതി തന്നെയാണ് പ്രാധാന്യം എന്നുള്ള വിഷയത്തിൽ ഒന്നുണ്ടാകും. നിർഭയായിട്ടുള്ള ഡ്രൈവർമാരുണ്ടാവും. ആത്മവിശ്വാസം ഒരിക്കലും അമിതല്ലല്ലോ. ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ
എനിക്ക് എന്നിൽ വിശ്വാസം ഉണ്ട്. അമിതമാവത് അമിതമായ വിശ്വാസം എന്ന് പറഞ്ഞു ആത്മവിശ്വാസം. ഞാൻ ചോദിച്ചു വഴികളാണ് പറഞ്ഞു തന്നത്. അതെ. എന്തായാലും ഇവിടെ എത്തുന്നവരെ ദുർനിമിത്തങ്ങളൊന്നും ഉണ്ടായില്ല, സന്നിമിത്തം ഉണ്ടാവുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് അങ്ങോട്ടേക്കുള്ള മാർഗത്തിലൊന്നും പ്രയാസം ഉണ്ടാവില്ല. കൃത്യമായിട്ടൊരു ഗൈഡിങ് ഉണ്ടാവും. നമ്മുടെ ദേവതകളെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായ കൃത്യത ഉണ്ടാവും. മന്ദിരഗതിയിലാണ് എല്ലാവരും കൂടെ വന്ന്. ഇപ്പൊ മന്ദിരഗതി സമയത്തുണ്ടാവുന്ന നിമിത്തം അത് സ്വീകരിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വീകരിക്കാതിരുന്നുകൂടാ. കാരണം എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല. വൃക്ഷത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം ചിന്തിക്കാനുള്ള സ്വഭാവം പൊതുവേ ഇല്ല. പക്ഷെ ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യമായതുകൊണ്ട് അത് ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നുകൂടാ. അല്ല അത് പിന്നെ ഒരു നിമിത്താണത്. പിന്നെ അവിടെ ഇറങ്ങിയ സമയത്ത് എനിക്കൊരു കോള് വന്നു. സാധാരണ ഞാൻ ഫോൺ ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് ശ്രദ്ധിക്കാറില്ല. കോള് വരുന്നതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് അസ്വസ്ഥം. ഇപ്പം കാർ ഇറങ്ങിയ സമയത്ത് ഒരു കോള് വന്നു. അപ്പം അത് എടുത്തു. അത് തീർത്തും രാജകീയമാണ്. നമ്മുടെ എൻ്റെ മാത്രം താല്പര്യമല്ലല്ലോ. ഒരു ശാസ്ത്രത്തിന്റെ താല്പര്യത്തിനുള്ള ഒരു രാജകീയമായ കോളാണ്. അതിന്റെ ചില സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി ചോദിച്ചുകൊണ്ടൊരു കോള് വന്നു. അതെടുത്തു. അത് ദുർനിമിത്തായിട്ട് കരുതേണ്ടതില്ല. വഴിയാണ്, ലക്ഷ്യമാണ്, വഴിയല്ല, ലക്ഷ്യമാണ്. ഗുണമായിട്ടുള്ള ഒരു വിഷയം. നമ്മുടെ അന്നത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചില നല്ല കാര്യമാണ്. അപ്പോഴാണ് എല്ലാവരും എതിരേറ്റ് ദിക്കായിട്ട് സ്വീകരിക്കണോ അതിലൊരു അഥവാ പ്രശ്നത്തിന്റെ നിമിത്തത്തിൽ ഇനിയിപ്പോൾ അടുത്തൊരു പ്രകരണത്തിലേക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു എന്തായാലും ഒരു മാർഗത്തിൽ അവിടെ നിന്നിട്ട് തന്നെ വഴിയാന്ന് വിചാരിക്കണ്ടെന്ന് പറഞ്ഞൊരു പാദനമസ്കാരം ചെയ്തൊരു നിമിത്തം വ്യക്തമായൊരു പാദനമസ്കാരം ഉണ്ടായില്ല. ഇത് ഏതാണ്ട് വിക്കതാണ്. വിക്ക് അങ്ങനെ വിക്ക് എന്നുള്ളതല്ല, ഒരു പാദനമസ്കാരവും ഇവിടുത്തെ അനുഷ്ഠാന സമ്പ്രതികളിലെ പ്രാരംഭവും വരുന്ന സമയത്ത് അതെന്തെങ്കിലും അഷ്ടമംഗല പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നും വെറുതെയല്ല. അത് ബ്രാഹ്മണന്റെ സ്ഥലമല്ല, ഗുരുസ്ഥാനാണെന്ന് നിർണയിക്കാൻ നമുക്ക് സാമർഥ്യം ഉണ്ടായിട്ടുള്ള ഒരു കാര്യം. വ്യക്തം ഞാൻ പറഞ്ഞത് വ്യക്തമാണ് എന്നാൽ തോന്നുമെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടാവും. സാധാരണ വഴിയിലാണ്. അവിടെയൊന്നും അതിൻ്റെ ഒന്നും വിഷയമില്ല. ഒരു പാദനമസ്കാരം ചെയ്തു. അതിന്റെ വിഷയമല്ല, ചെയ്തത് നമുക്കിവിടെ അനുഭവമാണ്. പുസ്തക സ്ഥിരീപൂർണ്ണമായിട്ട് അനുഭവം ചർച്ചയ്ക്ക് വരുന്നു. സാഹചര്യം അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അതൊക്കെ ശുഭനിമിത്തായി. പിന്നീട് പിന്നെ ആനയിക്കപ്പെടുന്ന സമയത്തും പിന്നെ സ്ത്രീകൾ കുലസ്ത്രീകൾ എന്ന് തന്നെ പറഞ്ഞു. കുലസ്ത്രീകളായിട്ടുള്ളവർ വളർത്തി പിടിക്കുകയും ആ സമയത്ത് നമുക്ക് ദേവതയിൽ വന്ന ഭേദങ്ങളൊക്കെ വ്യക്തമായിട്ടും നിമിത്തമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ നമ്മുടെ ചില ആചാരങ്ങളിലുണ്ടാവുന്ന ഒരു
കാരണം അത്തരത്തിലൊരു നിലവിളക്കിൽ എണ്ണ നിറയെ ഒഴിച്ച് വിളക്ക് കത്തിച്ച് ഇത്രയും ദൂരം നടന്ന് ഒരു സ്ത്രീ അവിടെ എത്തുമ്പോഴേക്കും അവസ്ഥ എന്തായിരിക്കുന്നത്? ആ സ്ത്രീയുടെ മാനസികാവസ്ഥയിൽ തന്നെ വായിച്ചെടുക്കാറ്. അതൊന്നും നമ്മൾ പല ആചാരങ്ങളും ഉണ്ട് അങ്ങനെ. അതൊരു നിമിത്തമായിട്ട് സ്വീകരിക്കാൻ തോന്നാത്തത് അതുകൊണ്ടാണ്. കാരണം ഇത്രയും വഴി അകലെയാണ്. രണ്ടത് സാഹചര്യം കൊണ്ട് നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. പല കുടുംബത്തിലും അത് വലിയ വലിയ പ്രയാസങ്ങളായിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് കൊണ്ടുവരുന്ന സമയത്ത് ഈ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്ന സ്ത്രീ പുതിയൊരു ഗ്രഹത്തിലേക്ക് കയറുന്ന സമയത്ത് ആ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്ന് ആലോചിച്ചു, ടെൻഷൻ ഉണ്ടാവും. അതിന്റെ കൂടെ ആ സ്ത്രീയുടെ വസ്ത്രം ഒന്ന് ആലോചിച്ച് നോക്കും. വസ്ത്രം എല്ലാം കൂടെ പിടിക്കാൻ തന്നെ 10 പേര് വേണം. അങ്ങനെയാണ് ഒരു പെൺകുട്ടി വീട്ടിലേക്ക് കയറി വരിക. ഈ സമയത്താണ് അമ്മായിയമ്മ കൊണ്ടൊരു വിളക്ക് കൈ കൊടുക്കുക. ഉറപ്പല്ലേ അത്? എന്നിട്ടോ ആ സമയത്ത് തന്നെ അമ്മായിയമ്മ ദൂഷിക്കുകയും ചെയ്യും. കണ്ടോ വിളക്ക് ഇട്ട് വീടിന് ഇന്ന് മുതലാണ് അർത്ഥമായി. പിന്നെ ആ അമ്മായിയമ്മയുടെ മനസ്സിൽ ഒരു പ്രയാസവും ഇല്ല. ഈ വന്നു കയറി കുട്ടിക്ക് ഒരു പ്രയാസമില്ല. വിളക്ക് കെട്ടതുകൊണ്ട് അമ്മായിയമ്മയുടെ മനസ്സിലൊരു തീയായി. അയ്യോ ഈ കുട്ടി കാലെടുത്ത് വെക്കുന്ന സമയത്ത് തന്നെ ദുർനിമിത്താണല്ലോ. ഇത് ദുർനിമിത്താണോ? നമ്മൾ ഉണ്ടാക്കിയ നിമിത്തല്ലേ ഇത്? അല്ലേ? നിലവിളക്ക് എടുത്ത് നടക്കാൻ പാടില്ല. ശരിക്കും നിലവിളക്ക് എന്ന് പറഞ്ഞാൽ നിലത്ത് വെക്കേണ്ട വിളക്കല്ലേ ഇത്? നിലവിളക്ക് ഇങ്ങനെ കൊണ്ട് നടക്കാനുള്ള സാധനമല്ല. അതിന് കുത്തുവിളക്ക് എന്നാ പറയാ. കുത്തുവിളക്കാണേ ഓക്കെ. ഇതൊക്കെ നമ്മൾ കാലങ്ങളെ കൊണ്ട് ഉണ്ടാക്കി കൂട്ടിയിട്ടുള്ള ആചാരങ്ങളാണ്. ഇന്ന് മിക്കവാറും കുടുംബങ്ങളിലും സ്ത്രീകളും അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നം തുടങ്ങിയത് അമ്മായിയമ്മയുടെ മനസ്സിലായിരിക്കും. എവിടുന്നാ തുടങ്ങിയ വിവാഹത്തിന് അന്ന് കൊണ്ടുവന്ന വിളക്ക് കെട്ടുപോയി. അതിലും ആ സ്ത്രീക്ക് സങ്കടമായിരിക്കില്ല. കാരണം മോന്റെ ആയുസല്ലേ നഷ്ടപ്പെടുന്നത്. ഈ ടെൻഷനോട് കൂടിയാ ഈ അമ്മായിയമ്മ നിത്യം അവളെ ദൂഷിക്കുന്നത്. അല്ലാതെ അവളോട് യാതൊരു ദോഷവും ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആചാരങ്ങൾ. അതേപോലെ ഒരു ആചാരം സംഭവിച്ചാല് നിമിത്താദി വിഷയം. അതെ 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 തീർച്ചയായും തീർച്ചയായും. പിന്നെ മറ്റൊരു സ്ത്രീയെ കൂടെ ഉപയോഗിച്ചു. ഇവിടെ നമ്മൾക്കത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ദേവതാ വിഷയത്തിൽ വന്ന ഭേദം ആണ് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായിട്ടും സാധിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് അതിൽ ശുഭനിമിത്തത്തെ വിളക്ക് കെട്ടുമെന്ന് അവിടുത്തെ വിളക്ക് നോക്കിയിട്ട് വിളക്ക് കെട്ടും ഇവിടെ ശുഭനിമിത്തല്ല എന്ന് പറയാനുള്ള യാതൊരു കാര്യവും ഇല്ല. അങ്ങനെ ഒരു വിഷയം ഇല്ല. അത് ശാസ്ത്രത്തിന് അപവാദമാവും. അതുകൊണ്ട് നിമിത്തം പറഞ്ഞ ഇവിടെ കുലസ്ത്രീകൾ വളരെ ശ്രദ്ധാപുരസരം ഇപ്പൊ താലവും കാര്യങ്ങളും കന്യാകുമാരും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ആ സ്ത്രീകളും ഉണ്ട്. നന്നായിട്ട് ശ്രേഷ്ഠമായിട്ടൊരു കാര്യമായി. മന്ദിരഗതി ഈ സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു നിമിത്തം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പലതും അതിൽ തന്നെ മനസ്സിലാവുകയായിരുന്നു. എന്താണ് 9 5 എന്ന് പറയുന്ന വിഷയം? അതെ നോക്കാം. അതിപ്പോ അവിടെ ചോദിച്ചിട്ടൊന്നും പറഞ്ഞു അത് ചോദിച്ചാലും പറഞ്ഞു തരില്ല. അതെ 4 പേരെ കിട്ടിയല്ലോ. ദുർനിമിത്തങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ദുർനിമിത്തങ്ങളുണ്ടായില്ല. പിന്നെ ആദരിച്ച് കളരിയിലേക്ക് കയറ്റി അല്ലേ? അതെ സമ്പ്രദായ പ്രകാരം തന്നെ കളരി തൊഴുതതിന് ശേഷം പ്രശക്രിയാ സംഭവം തുടങ്ങുക. പ്രശക്രിയാ സംഭവത്തിലാണ് പിന്നെ വിഷ്ണു അവതരിച്ചത്. ഈ പാരമ്പര്യത്തിൽ നമ്മളിപ്പോ ഈ പാരമ്പര്യത്തിൽ ജ്യോതിഷം കാര്യങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും വ്യക്തിയിൽ അതുണ്ട്. വളരെ വ്യക്തമായിട്ട് കണ്ടതല്ലേ?
അദ്ദേഹത്തിന് ജ്യോതിഷമൊന്നും അറിയില്ല എന്ന് കണ്ടാൽ അറിയാം, ഒന്നും അറിയില്ല. പക്ഷേ ആ രക്തത്തിലതുണ്ട്, ആ രക്തത്തിൽ പൂർണ്ണമായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തയ്യാറായി, ഒരു യാതൊരു മടിയുമില്ലാതെ. അങ്ങനത്തെ ഒരു ചെറുപ്പല്ലേ, അദ്ദേഹത്തിന് പരിചയക്കുറവുണ്ട്, പക്ഷെ ഒരു പ്രയാസമില്ല, മടിയില്ലാതെ തയ്യാറായി ആ കാര്യം ചെയ്തു. അതിൽ ആദ്യമായിട്ട് പ്രശ്നാനുഷ്ഠാന സംഹാര സംഹൃതവും പ്രാക്തും ഭസ്മനഹാനീതർമൃതാർത്ഥസ്യ ദീപസ്യ ഉപകൃതം. ആദ്യമായിട്ട് എടുത്തു വയ്ക്കുന്നത് ദീപവും ഭസ്മവുമായിട്ടുണ്ടെങ്കിലേ ഫലം പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ലോകാത് ശാസ്ത്രമുഖാ തഥാ ഗുരുമുഖാതന്യം നിമിത്താന്തരം വിജ്ഞാതവ്യം എന്ന് പറഞ്ഞ് വിടുക ചെയ്തു. അതിലാണ് വെറ്റില കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ആചാര്യവരണ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അത് പിന്നെ നമ്മൾ മനസ്സിലാവുന്നത്, ആദ്യം ചെയ്യേണ്ട ആചാര്യവരണ. ഈ ശുഭസിംഹത്തിന്റെ പ്രക്രിയയിലെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ പ്രാകൃത സമ്പ്രതികളിൽ ആദ്യമായിട്ട് പോയി സ്പർശിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ അത് ചെയ്തെങ്കിൽ ഒരു കുങ്കുമച്ചപ്പ് അത് വീണ്ടും അഷ്ടമംഗലത്തിലെ ആ ഒരു സാധനം ഇവിടെ ഇല്ലാതൊരു സാധനം അതായിരുന്നു. എന്നുവെച്ചാൽ കേവലം കാലിയായൊരു ചെപ്പ് മാത്രം. ആ കുങ്കുമത്തിന് വേണ്ടി വീണ്ടും തിരിച്ചേതോ വീട്ടിലേക്കൊക്കെ അല്ലേ ആ സാധനം എടുത്തു കൊണ്ടുപോയി ഇവിടെ മുന്നോട്ടേക്ക് കൊണ്ടുവരല്ല ഉണ്ടാവും. ഇവിടുന്ന് അവിടെ ചുണ്ടിയൊന്ന് അത് കൊണ്ടുവന്നിട്ട് സത്യം പോയി സ്പർശിച്ചൊരു സാധനം അതെ അതെ. ഐശ്വര്യ സാധനങ്ങളാണ്. അല്ല, ആ ഒരു സമയത്ത് നമുക്ക് ഒരു ജിജ്ഞാസയല്ല, ഒരു അഭിപ്രായമാണ്. കാരണം വിവിധ സാധനങ്ങളൊക്കെ ന്യൂനമായിരുന്നു എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ മൊത്തത്തിലുള്ള വിഷയം എന്ന് വെച്ചാൽ പ്രശ്നാനുഷ്ഠാന സംഭാര സമ്പൂർണ്ണാക്തുവസ്മനാമീതർ മൃദുതാത്യസ് ദീപസ്വരു ശുഭപ്രദ പ്രകരണമാണ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ പദ്ധതി, ഈ തറവാടിൻ്റെ പദ്ധതി എന്തൊക്കെയാണ് എന്ന് അറിയുന്നതിൽ വളരെയധികം അജ്ഞത എല്ലാ കാര്യത്തിലും ഉണ്ട് എന്നുള്ളതാണ്. അഥവാ ആരെങ്കിലും കാരണം 10-15 ജ്യോതിഷികളുള്ളൊരു തറവാട് ലക്ഷ്മമംഗലം കളരിയിൽ നടക്കുന്ന സമയത്ത് അത് സംഭരിച്ച് വെക്കേണ്ട രീതിയും ക്രമങ്ങൾക്കൊക്കെ ഒരു വൈപരീത്യം അഥവാ അതിൻ്റെ ന്യൂനത അഭാവത്തൊക്കെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേവലം ദർശിക്കാനൊരു ഓർമ്മപ്പിശകല്ല, പല വിഷയങ്ങളിലും അത് ഉണ്ടായി എന്ന് പറയുമ്പോൾ അല്ല, ഇവിടുത്തെ അനുഭവത്തെ കാണിക്കാനാണ്. മറ്റേത് തറവാടുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യത്തെ ഒരു സൂചനയായിട്ട് അങ്ങനെ പറ്റുമെന്ന് അതിനുവേണ്ടി ചോദിച്ചാണ്. നമ്മളിപ്പോൾ നമുക്ക് ചിന്തിച്ചൊരു ദേവതാ സംസ്കാരത്തെ കണ്ടുവച്ചിട്ടുള്ള വിഷയത്തിൽ കളരി ഒന്നാണെങ്കിലും മറ്റൊന്നായിട്ട് അത് പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. എന്താണ് പറഞ്ഞല്ലോ, ഗൃഹാഭ്യന്തരത്തിൽ ആരാധിച്ചൊരു ഭഗവതിയുടെ കാര്യം പൂർണ്ണമായിട്ട് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ചിന്ത വന്നു. അല്ല, ഞാൻ കരുതിയെന്ന് വെച്ചാൽ ജ്യോത്സ്യന്മാർ ഉള്ള തറവാടാവുന്ന സമയത്ത് അഷ്ടമംഗല പ്രശ്നത്തിൽ നമുക്ക് നിമിത്തം പറയാനൊന്നും ഉണ്ടാവില്ല എന്നാണ്. കാരണം ജ്യോതിശാസ്ത്രം പഠിച്ച് എല്ലാ കാര്യവും ചെയ്തവരാണ്, അവർക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെയൊന്നും ക്രിയേറ്റ് ചെയ്തില്ല. അല്ല, അത് ആദ്യം മുതലേ അതൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതായത് നമ്മളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. അതായത് നമ്മൾ അറിയുന്ന ആൾക്കാരും ഒന്നും പറയണില്ല. കാരണം ചാലീഷിനോടായാലും ഇപ്പോൾ വിഷ്ണുവിനോടായാലും നിങ്ങൾക്ക് തോന്നുന്ന പോലെ കാര്യങ്ങൾ ചെയ്യും എന്നല്ലാതെ നമ്മൾ ഇന്ന സാധനങ്ങൾ ഇന്ന ദിക്കിൽ വെക്കൂ, ഇല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ വേണം എന്നുള്ളതിനെ കുറിച്ചൊന്നും ധാരണയില്ല.
പക്ഷെ എല്ലാ സാധനങ്ങളും നമ്മൾ ആഗ്രഹിച്ച പോലെ സാധനങ്ങളെല്ലാം എല്ലാം ഉണ്ട്. ഇല്ല. പക്ഷെ അതിന്റെ ഗുണം നോക്കുന്ന സമയത്ത് ചെയ്യാൻ പാടുള്ളതാണോ എന്ന് ചോദിച്ചാൽ ഇൻഡാലിയത്തിന്റെ ഉരുളിയായിരുന്നു നമ്മള് അതെ. വീട്ടില് കണി വെക്കുന്ന സമയത്ത് പോലും നമ്മൾ ഉപയോഗിക്കില്ലേ അല്ലേ? കണി വെക്കുന്ന സമ്പ്രദായമാണല്ലോ, അഷ്ടമംഗലല്ലേ കണിക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ കണി വെക്കുന്ന സമ്പ്രദായം ഇൻഡാലിയത്തിന്റെ ഉരുളിയിൽ ഇല്ല. അപ്പൊ നമുക്ക് കാര്യം ഫലത്തിലേക്ക്, അത് എന്താണ് ഈ ഫലം, ദേവത കാണിച്ചു തരുന്ന ഫലം എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ വിട്ടേക്കാലത്, അത് വിടാം, പിന്നെ വിട്ടേക്കണം അത്. പിന്നെ അനാവശ്യമായിട്ട് അതിനെ കുറ്റപ്പെടുത്തുകയോ അതിനെപ്പറ്റി ആക്ഷേപം പറയുകയോ ചെയ്യല്ല. ദൈവജ്ഞാപനം എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾക്കെന്തോ കിട്ടാനുണ്ടാവും, അത് കിട്ടിക്കഴിഞ്ഞാൽ കഴിയും, അത്രേ വേണ്ടു. അപ്പോ പിന്നെ വാഗ്ദേവിയും ഗുരുവും ചപ്പി അഷ്ടമംഗലേ എന്ന് പറഞ്ഞത് പിന്നെ വീട് വിറ്റുപോയി എന്ന് പറയാൻ ഉള്ള ഒരു ധൈര്യം കാണിച്ച ഉരുളിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളോട് ആരെയും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ഫലം പറയുന്ന സമയത്ത് ഒരാളോടും ചോദിക്കാതെ എനിക്ക് ഈ ഗ്രഹസ്ഥിതികളാണ് ഇത് പറഞ്ഞു തന്നതെങ്കിൽ അവിടെ പാത്രം ഗേഹം എന്നുള്ളത് ദീപത്തിന്റെ പാത്രമല്ല, അത് വികലമായിട്ട് ചെയ്യേണ്ടി വന്നു എന്ന് വെച്ചാൽ അവിടെ ആശാരിമാരാണ് താമസിക്കുന്നതെന്ന് ഇവർക്ക് പറയേണ്ടി വന്നില്ലേ? അത് അത് കാണിച്ചു തരണേ, എനിക്ക് ഇൻഡാലിയത്തിന്റെ ഉരുളി തന്നെ വെക്കണ്ടേ അത്. അപ്പൊ ഞാൻ അത് ചെയ്തവരെ നന്ദിപൂർവ്വം സ്മരിക്കല്ലേ വേണ്ടത്, അതിനെ കുറ്റപ്പെടുത്തുകയാണോ വേണ്ടത്? അല്ലാതെ ഇതിന് മുഴുവനും കുറ്റങ്ങളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രം നമ്മളെ വഴി പഠിപ്പിക്കരുത്. അല്ല, കുറവ് കുറ്റം പറഞ്ഞിട്ടില്ല. ഒരു സ്മരിക്കപ്പെടുന്ന ഒരു കാര്യത്തിൽ ഇപ്പോ ഒരു വിഷയത്തെ സംഭരിക്കാൻ വേണ്ടിയാണ് ഒരു പാത്രമെങ്കിൽ ആ സമൃദ്ധി എന്ന് പറയുന്നതിന്റെ അഭാവം ഉണ്ടായി അതൊരു വീട്ടിലേക്ക് കൊണ്ടി വന്നുവെങ്കിൽ അപ്പോൾ വ്യക്തമായിട്ടും ഈ പദ്ധതി പൂർണ്ണമാവണമെങ്കിൽ ഒരു സമൃദ്ധി നിർബന്ധമായിട്ടും പാരമ്പര്യമായിട്ടോ ഒരു വീടായിട്ടോ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെ, ഉണ്ടായിരുന്നു. ആ വീട് കൈവശത്തിൽ നഷ്ടപ്പെട്ടു പോയി. അല്ല, അത് ഇതിനല്ല, രണ്ട് വിഷയം കാണിച്ചല്ലോ, ഫലം കാണിച്ചു, സഹായിച്ച അർത്ഥത്തിൽ അങ്ങനെയല്ലേ? അവിടെ 15 ജ്യോത്സ്യന്മാരുള്ള സ്ഥലമാണ്, തറവാടാണ്. അവരെല്ലാം കൂടെ ഈ കാര്യത്തിൽ മുന്നിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്കെന്തെങ്കിലും പറയാനുണ്ടാവുമോ? ഒരു ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന തറവാട്ടിലെ പ്രശ്നം നടത്തുന്ന സമയത്ത് ഇങ്ങനെയല്ലല്ലോ. അത് എല്ലാ കാര്യവും അത് ഇട്ടവട്ടത്തിൽ ചെയ്തു വെക്കല്ലേ വേണ്ട. അതുവരെ ഉണ്ടായില്ല. ആദ്യം എടുത്തു വെച്ചത് വെറ്റിലയാണ്. അത് ആദ്യം ആചാര്യഭരണം ചെയ്യേണ്ടതുണ്ടെന്നും ഇവിടുത്തെ നമ്മുടെ ഗുരുജനങ്ങളെയൊക്കെ ശ്രേഷ്ഠമായ രൂപത്തിൽ സ്മരിക്കേണ്ടതുണ്ടെന്നും ആ സ്മരണയോടുകൂടെ വേണം ആരംഭിക്കേണ്ടത് എന്നുമല്ലേ? അത് കാര്യങ്ങളല്ലേ അതിൽ നമുക്ക് വ്യക്തമാവും. തീർച്ചയായിട്ടും ഉണ്ട്. അവർക്ക് ആവശ്യമില്ലേ? ഈ പറയുന്ന ഉള്ളിലെ സാധനങ്ങളൊന്നും നിഷേധിക്കുന്നല്ലേ സന്യാസം? പിന്നെ ദീപം വെച്ചു. ദീപത്തിന്റെ കാര്യത്തിലും നമ്മുടെ ഒരു പാരമ്പര്യത്തിൽ ഒരു തറവാട്ടിലെ ഒരു കളരിയിൽ പ്രശ്നം വെക്കുമ്പോൾ അതിന് യോഗ്യമായ വിളക്കാണോ കത്തിച്ചു വെക്കാൻ നോക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് അല്ല. ചെറിയ വിളക്ക്, അതില് 5 തിരിയിട്ട് കത്തിക്കുകയും ചെയ്തത്. ആ വിളക്കിന് പാകം എന്ന് പറഞ്ഞാൽ മാക്സിമം 2 തിരിയാ. കിഴക്കും പടിഞ്ഞാറ് പോയിട്ട് 2 തിരിയിട്ടാൽ ആ വിളക്കിന് പാകാം. 5 തിരിയിട്ട് കത്താനുള്ള ശേഷി ആ വിളക്കിനില്ല. ശ്രദ്ധിച്ചില്ലേ? അതെ, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഈ തിരിയിട്ട് കത്തിക്കരുത്. കത്തിക്കണം ഒരു ക്രിയക്ക്.
തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാത്രം തിരിയിട്ട് 4 ദിക്കിലേക്ക് തിരിയിട്ട് കഴിഞ്ഞാൽ പിന്നിടുന്ന ഒരു തിരിയാണ് ക്രിയാ സാധനം. അത് ഈശാനിലേക്ക് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് ആയിരിക്കും. വിഷ്ണു കേൾക്കുന്നുണ്ടോ? പിന്നെ വടക്ക് കിഴക്ക് ഭാഗത്തേക്കാണ് ഒരു തിരിയുണ്ട്. 4 ദിക്കിലേക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ 5ാമത്തെ തിരിയുണ്ട് വടക്ക് കിഴക്ക് ഭാഗത്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഏത് ദേവതകളെയും ആ ദീപത്തിൽ പൂജിക്കാം. എന്നാൽ ആ ദീപത്തിൽ ആ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഇടേണ്ട 5ാമത്തെ തിരി തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഇട്ടത് എങ്കിൽ അവരൊറ്റ ക്രിയക്കേ പാടുള്ളൂ ആ വിളക്ക്. അതെന്തിനാ? അത് മാരണ ഉച്ചാരണ ആഭിചാര കർമ്മങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് മാത്രമാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിയിട്ട് ഇരിക്കാറ്. ആണ് പറഞ്ഞത്, നിങ്ങളെ എങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞാലും ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രവാദവും പരസ്പരം നശിപ്പിക്കാനുള്ള കർമ്മങ്ങളും ഒക്കെ ചെയ്ത് ദുരിതമുണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മള്. ഇത് കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. പിന്നെ പ്രസ്തുതീപാദ്യലങ്കൃതി വിഷ്ണു സഹായിച്ചത് തന്നെ. പിന്നെ വിഷ്ണുവിനെ പ്രത്യേകം ഒന്ന് വിളിച്ചോണ്ട് അയാൾ ആകെ അല്ല, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇതില് നമ്മള് അതില് കുറ്റല്ല ഉള്ളത്. കുറ്റല്ല, ആൾക്കറിയില്ലല്ലോ, അറിയാതെ ചെയ്യണം. അതിനല്ലേ ജ്യോതിഷം അറിയുമോന്ന് ചോദിച്ചോ? ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷമല്ലേ അദ്ദേഹത്തിന് ആ. അല്ലെങ്കിൽ നിങ്ങൾ ആരെയും ചെയ്തു കഴിഞ്ഞാൽ ഈ നിമിത്തം കിട്ടുമോ? ഉണ്ടാവില്ല, കിട്ടില്ല. കാണിച്ചു തരല്ലേ, കാണിച്ചു തരും. പിന്നെ പ്രസ്തുതീപാദ്യലങ്കൃതേ സമയ സമുഷ്ട സംസിക്തേ ചക്രം ലിഖിത ഭൂതലേ. ചക്രലേഖനം ചെയ്യാൻ വേണ്ടി ശുദ്ധതണ്ടുല സമ്പൂർണ്ണ പ്രസ്തുതീപാദ്യലങ്കൃതേ സമയ സുമിഷ്ട സംസിക്തേ. അവിടെ ചാണം തളിച്ച സ്ഥലമാണെങ്കിലും ഇവിടത്തേക്ക് പ്രകൃതത്തിന് നമുക്ക് ചക്രലേഖനത്തിന് ശ്രേഷ്ഠമായില്ല അത്. കാരണം അങ്ങനെയായി കഴിഞ്ഞാൽ ചക്രലേഖനം വരയ്ക്കാൻ പ്രയാസം ഉണ്ടാവും. പക്ഷേ വരയ്ക്കാൻ പറഞ്ഞ സമയത്ത് എങ്ങനെയാണോ ഒരു ജ്യോത്സ്യൻ ദൈവജ്ഞൻ ചക്രം വരയ്ക്കേണ്ടത് അതേപോലെ യാതൊരു സംശയവുമില്ല. വടക്കിഴക്ക് ഭാഗത്ത് നിന്ന് തുടങ്ങി വടക്കിഴക്ക് ഭാഗത്ത് അവസാനിപ്പിച്ച ചക്രലേഖനം. പ്രദക്ഷിണതയാ കാര്യം രാശിചക്ര വിലേഖനം മനോരമ വിലേഖന ലേഖനേ വിഘ്ന സംഭവം. അതിലൊരു സംശയം തോന്നിയപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ ജോലി. എനിക്ക് ചെറിയൊരു സംശയം, ഇയാൾക്ക് ജ്യോതിഷം എവിടെയും സൈഡായിട്ടുണ്ടോ എന്നുള്ളത്. ജ്യോതിഷം സൈഡായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ചക്രം ആരും വരയ്ക്കില്ല. ജ്യോതിഷന്മാരൊക്കെ ചോക്കെടുത്ത് വരയ്ക്കുന്ന പറഞ്ഞാൽ എങ്ങനെ വരച്ച് ഒരു ചതുരം ഉണ്ടാക്കി എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളൊരു ധാരണ ആ സമ്പ്രദായ പ്രകാരമാണ് വരച്ചത്. ഒന്നും മാറ്റിയില്ല, ഒരു കാര്യവും ഉണ്ടായില്ല. അല്ല, അത് സ്വാഭാവികമാണ്, നമ്മളുടെ അളവിനനുസരിച്ചായി. പ്രദക്ഷിണതയാ കാര്യം രാശിചക്ര വിലേഖനം ലോമേന ലേഖനേ വിഘ്ന സംഭവ എന്നുള്ളതിൽ നിന്ന് ഇതിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു മുടക്കവും ഉണ്ടാവില്ല. എല്ലാം ഒന്നൊന്നായിട്ട് നമ്മളിലേക്ക് ഇങ്ങോട്ടേക്ക് വന്നു ചേരും. ഈ ആരംഭകാലത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് വല്ലച്ചറ കാലരി കളരി എന്ന് പറഞ്ഞാൽ പ്രശസ്തമായി തീരും. ലിഖിത സൗമ്യരേഖ പ്രാഗ്യതിനൂനം ധനാഗമ വാരുണീയതിരോഗാതി സന്തതിർഭവേത്. ഈ തറവാട്ടിൽ സന്തതി സന്താനം എന്നല്ല പറഞ്ഞത്, സന്തതി അടുത്ത പരമ്പരകൾ വിവാഹം കഴിയും. പിന്നെ വിവാഹ ജീവിതത്തിൽ സൽസന്താന സ്ഥിതി ഉണ്ടാവും. പാരമ്പര്യം നിലനിർത്താൻ ശ്രേഷ്ഠരായ സന്താനങ്ങളും ഉണ്ടാവും എന്ന് 5ാം ഭാവാധിപന്റെ ബലത്തെ കൊണ്ടും കിഴക്കേ രേഖ ആദ്യമായിട്ട് വരച്ചതുകൊണ്ടും പറയേണ്ടത്.
മറ്റേ ലിഖിത സൗമ്യരേഖ പ്രാകീതിപിക്കോനം ധനാഗമ വാരുണീയതിരോക്തി ഐന്ദ്രീചൻ സന്ധിർഭവേത് എന്ന് പറഞ്ഞതിൽ മറ്റെന്തെങ്കിലും കൂടി ഉണ്ടാവുമല്ലോ. ഇപ്പോ ഏതൊരു രാശിയിലാണോ ഈ തരത്തിലുണ്ടാവുന്ന കാര്യം വരുന്നത് അവിടെ ദോഷവും ഗുണവും പറയാനുള്ള നിയമം ഉണ്ടാവും. ഗുണവും ദോഷവും അതുകൊണ്ട് പറയാം. അതുകൊണ്ടാണ് ഒന്നുകൂടി ഉറപ്പിച്ചത്. ഇവിടെ ഗർഭിണി ഉണ്ട്, ഇപ്പം തറവാട്ടിൽ ഗർഭിണി ഉണ്ട്. അപ്പൊ അത് സമീപകാലത്തെ ഒരു ഫലമാണ്. ഇവിടെ പ്രശ്നം കഴിഞ്ഞോ അധികം കാലം താമസിക്കുന്നതിന് ഒരു പ്രസവം നടക്കും. അത് 9ാം ഭാവാധിപന്റെ 5ലെ നവാംശകസ്ഥിതി അനുഭവത്തിൽ ഗുണം. എന്നാൽ പുത്രകളത്രവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഉണ്ടാവും. പിന്നെ മീനരാശി തുടങ്ങി ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്നു, ഇവിടെ ക്രമമായി ദോഷങ്ങളൊന്നും അതിലുണ്ടായില്ല. അത് വടക്കേ ഭാഗമാണ് തുടങ്ങിയത്. പ്രാഗ് ലിഖിത സൗമ്യരേഖ പ്രാഗ്. അതെ അതെ. അതിപ്പോ സ്പഷ്ടമാണല്ലോ. ഭൂമിയുടെ കിടപ്പിനെ നമ്മൾ ശരിയാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നപൂജയാണ്. പ്രശ്നപൂജ എന്ന് പറഞ്ഞാല് പിന്നെ അദ്ദേഹം ഉടുപ്പി ബ്രാഹ്മണ നല്ല പൂജയാണ്. ഉടുപ്പി ബ്രാഹ്മണ അത് പരിചയപ്പെട്ട എന്താ പേര് എന്തോന്ന് പറഞ്ഞു. പൂജ കഴിഞ്ഞ് പോകുന്ന സമയത്ത് വെറുതെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം ഉടുപ്പി ബ്രാഹ്മണ മാത്രമല്ല വൈഷ്ണവനാ. വൈഷ്ണവനാ. അദ്ദേഹം പറയുകയും ചെയ്തു വൈഷ്ണവൻ. ഇവരുടെ പാരമ്പര്യ സമ്പ്രദായത്തിൽ ശിവന്റെ പൂജയെ ഒരു ചെയ്യൂല. അവർക്ക് അതൊരു നിഷേധം പോലെയാ. പക്ഷേ ഇവിടെ കേരളത്തിലേക്ക് ഒരു വന്ന് പിന്നെ കാടാമ്പുഴ പിന്നെ പൂജകന്മാരായിട്ട് വന്ന വിഭാഗത്തിന്റെ കുടുംബമാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. അദ്ദേഹം എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ശിവന്റെ പൂജ എത്ര കേമമായിട്ട് ചെയ്യുന്ന പ്രശ്നപൂജ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആദ്യമായിട്ട് പ്രശ്നപൂജ ചെയ്യുകയാണ്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജ്യോത്സ്യൻ പ്രശ്നപൂജ ചെയ്യുന്ന സുഖല്ലേ ഉണ്ടായത്. എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് എവിടെ ഒരു ക്രമം തെറ്റിപ്പോകുന്ന ഒരു വിഷയം ഉണ്ടായില്ല പൂജയിൽ. അപ്പോ പിന്നെ അതാണ് ഈ ഒരു പാരമ്പര്യം. ഞാനതാ പറഞ്ഞ് നമ്മൾ ഇവിടെ ഇരുന്നാ മതി, ഫലം പറയാനൊക്കെ ഇവിടുത്തെ ഗുരുജനങ്ങൾ തന്നെ ഉണ്ടെന്ന് പറയാൻ കാരണം അതാ. വിഷ്ണുവിന് ജ്യോതിഷം അറിയില്ല. വിഷ്ണു ഇവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ ജ്യോതിഷം തന്നെയാണ്. അത് ഇവിടുത്തെ പാരമ്പര്യത്തിന്റെ ശക്തിയാണ്. ഇവിടുത്തെ പൂജകൻ ആദ്യമായിട്ട് രാശി പൂജ ചെയ്യുക. ഈ പൂജ എന്ന് പറഞ്ഞാൽ ഏത് ബ്രാഹ്മണനും സംശയം വരും. പറഞ്ഞു കൊടുക്കേണ്ട താമസം അതിനനുസരിച്ച് ക്രമപ്രകാരം കാര്യങ്ങളൊക്കെ ചെയ്തു വളരെ ശുദ്ധമായ രൂപത്തിൽ പൂർണ്ണമായ രുദ്രവും ചമകവും പിന്നെ മൃത്യുജയും ഒക്കെയാ ജപിച്ച് പുഷ്പാഞ്ജലി കഴിച്ച്. ഇത്ര ശ്രേഷ്ഠമായിട്ടുള്ള പൂജയാണ്. ആ പൂജയിൽ ഒരു തെറ്റ് പറയാൻ. അവസാനം ഒരു കാര്യം കൂടെ അദ്ദേഹം ചെയ്തു. ആ ദക്ഷിണയുടെ കാര്യത്തിലെ പ്രത്യേകത പിന്നെ അവരുടെ ഒരു പാരമ്പര്യമാണ് ദക്ഷിണ വാങ്ങുക എന്ന് പറയുന്നത്. പൂജ രണ്ടാം തരാണ്. പൂജ കഴിച്ച് ദക്ഷിണമാക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദക്ഷിണ ചോദിച്ചു വാങ്ങുക എന്നൊക്കെ പറയുന്നത് പാരമ്പര്യത്തിൽ അങ്ങനൊരു സമ്പ്രദായം പാടില്ല. എന്താണോ പ്രീതിപ്പെട്ട് തരുന്നത് അതാണ് ദക്ഷിണ. അതുകൊണ്ട് വർദ്ധിക്കുകയുള്ളൂ, നമുക്ക് വർദ്ധിക്കുകയുള്ളൂ. ഇത്ര രൂപയാണ് ഫീസ് എന്ന് പറഞ്ഞാൽ അത്ര വാങ്ങിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ക്ഷയം ഉണ്ടാവുള്ളൂ. നമുക്ക് ഒരു കാരണവശാലും ഗുണം ഉണ്ടാവില്ല.
അതേസമയം പൃഷ്ടാവ് പൂർണ്ണമായിട്ട് സന്തോഷത്തോടെ എനിക്ക് വളരെ തൃപ്തിയായി എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന സംഖ്യ അദ്ദേഹത്തിന് വിജയത്തിനും ഉന്നതിക്കും മാത്രമേ കാരണമാവുള്ളൂ. അതാ ദക്ഷവൃദ്ധവും എന്ന് പറയുന്ന ധാതുവാണ്. അതിന് ഗുണം മാത്രമേ വരൂ എന്നാണ്. ബ്രഹ്മാർപ്പണാന്തേ വാഗ്ദേവിയും ഗുരുജാപ്യ അഷ്ടമംഗലേ ഗുരുവിനെയും ഭഗവതിയെയും അഷ്ടമംഗലത്തിൽ പുഷ്പാർച്ചന ചെയ്ത് പ്രദീപേജ സഹാശ്രിയം അഥ പ്രക്ഷാളിതോയേന സ്വർണം ചന്ദ്രഭൂഷിതം പത്രേ വിന്യസ്യ കുസുമൈരക്ഷതൈരഭിയോജിയേത്. ഇലയിൽ വെച്ച് സ്വർണം പൂജിച്ച് ഇലയിൽ വെച്ച് ആ തൊട്ട് പിന്നെ 108 പഞ്ചാക്ഷരി ജപിച്ച് ഒരിടത്ത് വെച്ചതിന് ശേഷം പ്രാരഭേത് അഷ്ടമംഗലം. അതെ, കൗടിയിൽ ശിവനെ ആവാഹിച്ച് പൂജിച്ച് ആ കൗടി തൊട്ട് പിന്നെ പ്രാർത്ഥിച്ചതിന് ശേഷം അഷ്ടമംഗല ഗ്രഹങ്ങളെ സൂര്യൻ, ചൊവ്വ, വ്യാഴം, ബുധൻ, ശുക്രൻ, ശനി, ചന്ദ്രൻ, രാഹു എന്നീ അഷ്ടമംഗല ഗ്രഹങ്ങളുടെ കൗടിയുടെ 8 ദിക്കിലായിട്ട് പുഷ്പാർച്ചന ചെയ്ത് ആ കൗടി തൊട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മുള വിളിക്കുക. മുള വിളിച്ചു അവളെ കൊണ്ട് അവളെ അടുത്ത് വിളിച്ച് അവൾക്ക് വിളക്കിലും ഗ്രഹീശ്വരന്മാരിലും ഒക്കെ പുഷ്പാർച്ചന ചെയ്ത ശേഷം അതിനുശേഷം അവളുടെ വലത്തെ കയ്യിൽ സ്വർണം കൊടുത്തു. ആ അവൾ ചക്രപ്രദക്ഷിണം ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആ കൗടി തൊട്ട് മൂർത്തിത്വപൂർവകമായ മന്ത്രം ജപിച്ചതിന് ശേഷം ആ കുഞ്ഞിനോട് സ്വർണം വയ്ക്കാം എന്ന് പറയുന്ന സമയത്ത് അവള് വൃശ്ചികരാശിയിൽ കൊണ്ടുപോയിട്ട് സ്വർണം വയ്ക്കുക. അതെ, ദൂതം ഭ്രൂയാൻ ന്യസേതി. സ്വർണം പരിശോധിച്ച സമയത്ത് പുഷ്പാക്ഷതങ്ങളുടെ മധ്യഭാഗത്തല്ലേ സ്വർണം കണ്ട് പുഷ്പാക്ഷതങ്ങളുടെ മധ്യഭാഗത്ത് സ്വർണം തെക്ക് ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ടാണ് ഉണ്ടായത്. ആ തെക്ക് ഭാഗത്തെ ചെരിവിന്റെ ഫലമല്ലേ അതിൽ ഗൗരവമായ ദോഷമായത്. ദീർഘായുർ മൃത്യു നൈശ്വര്യ ഉപഹിത ധനത. സ്വർണം കിഴക്ക് ഭാഗത്തേക്ക് ചെരിഞ്ഞു കഴിഞ്ഞാൽ ദീർഘായുസാണ്, തെക്ക് ഭാഗത്തേക്ക് ചെരിഞ്ഞാൽ മൃത്യുവാണ്, പടിഞ്ഞാറ് ഭാഗത്തേക്ക് പറഞ്ഞാൽ നിസ്വതയാണ്, സാമ്പത്തികമായ ക്ഷയ. വടക്കോട്ട് ചെരിഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായ ധനമാണ്. അപ്പൊ ഇവിടെ തെക്ക് ഭാഗത്തേക്ക് സ്വർണം ചെരിഞ്ഞു എന്നുള്ളത് കൊണ്ട് മരണത്തിന്റെ ലക്ഷണം അവിടെ ആവർത്തിച്ചു. മലർന്നു. ഊർധ്വം പുഷ്പാക്ഷദാനം. സ്വർണം ഏറ്റവും മുകൾ ഭാഗത്ത് മലർന്നു വന്നു കഴിഞ്ഞാൽ ഉത്തരോത്തരം വർധനവാണെന്നും തത്രത്രാധോമുഖം കുറച്ചു കാലമായിട്ട് ക്ഷയം തുടങ്ങിയിട്ടുണ്ട്. കിഞ്ചിതാരബ്ധ കുറച്ചു കാലമായിട്ട് ക്ഷയം തുടങ്ങിയിട്ടുണ്ട്. അഥ ഊർധാസ്യം ചെയ്ത് ക്ഷയത ഉപജയാരംഭണം തത്വഭാഷ്യം. ക്ഷയത്തിൽ നിന്ന് പുരോഗതി തുടങ്ങി എന്ന് പറയണം. സർവാധോമുഖം ഇഹതുപനശ്ചാപി സർവക്ഷയസ്യാത്. ഏറ്റവും അടിഭാഗത്ത് കമിഴ്ന്നാണെങ്കിൽ ഇതുവരെ നാശമായിരുന്ന ഇനിയും നാശം തന്നെയാണ് ഫലം എന്നും പറയണം. അത്ര രീതിയ ഈ 4 രീതിക്ക് അനുസരിച്ച് മധ്യഭാഗത്തെ സ്വർണത്തിന്റെ ഫലം പറയണം എന്ന് പറയുമ്പോഴാണ് പിന്നെ സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ചു കാലമായിട്ട് ഒരു ആപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് സ്വർണം തെക്ക് ഭാഗത്തേക്കും കൂടെ ചെരിഞ്ഞാൽ ആയുർനാശത്തിന്റെ ലക്ഷണം കൂടി ഉണ്ട് എന്ന് പറയേണ്ടത്. തൽക്കാലം അവളുടെ സ്പർശത്തിലൊക്കെ കാര്യങ്ങളൊക്കെ സ്പർശം കർക്കരാശി. അതെ, പിന്നെ ഈ ഹൃദയസ്പർശം കൊണ്ട് നമ്മൾക്ക് 9ാം ഭാവമായിട്ടുള്ള കർക്കരാശിയിൽ തൊട്ട് കാണിച്ചു.
തൊട്ടുകാണിച്ച രാശിയിൽ വ്യാഴം നിന്നു. സാമ്പത്തിക ഐശ്വര്യത്തിനെയും സാമ്പത്തിക ദാരിദ്ര്യത്തെയും 2 ഫലം ഉണ്ട് എന്ന് പറഞ്ഞു. ഈ സാമ്പത്തിക നാശത്തിന് കാരണമായിട്ടുള്ള വല്ല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടോ? സാമ്പത്തിക ഈ ഐശ്വര്യക്ഷയത്തിന്റെ കാരണം ചന്ദ്രനും വ്യാഴം. അതെ, അതാണ് സാധനങ്ങളായത്. ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങളോ പ്രയാസങ്ങളോ ഈ പാരമ്പര്യത്തിൽ വന്നുപോയ ലക്ഷണങ്ങൾ ഉണ്ടോ? സാമ്പത്തികമായിട്ട് ദുരിതത്തിന് കാരണമായി തീരാൻ പ്രത്യേകിച്ച് വല്ല കാരണങ്ങളും നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ടോ? വ്യാഴത്തിന്റെ വർഗോത്തമം ഉച്ചരാശിയിലേക്ക്, അതെ, ഉച്ചരാശിയിലേക്ക് ഗുണാണല്ലോ. അത് ഗുണമാണ് വരേണ്ടത്. രത്നസുധ, അതെ, സുധാര വിഭവ, അതെ, പ്രാജ്ഞ സുഖൈരന്യത, എല്ലാ ഗുണവും അല്ലേ പറഞ്ഞത്. പക്ഷേ അവിടെ ധനസ്ഥാനാധിപത്യം മറിച്ചു അത് ഗുരുനാധിപനായിക്കൊണ്ട് മാതയിലേക്ക് ഇതേ ഗുരു ചെല്ലുമ്പോൾ അതെ അതെ നമുക്ക് ഈ ബ്രാഹ്മണ സ്വത്തുക്കൾ വല്ലവരും അല്ല, ബ്രാഹ്മണ സ്വത്താണല്ലോ അത്. ബ്രാഹ്മണ സ്വത്ത് ഇവർക്ക് ദാനമായിട്ട് കിട്ടിയതാണെന്ന് ദാനമൊക്കെ അനർഹമായിട്ട് പിടിച്ചു വാങ്ങി ചിലപ്പോൾ ഒരു. പക്ഷേ ഈ വ്യാഴത്തിൻ്റെ ഈ ഭാഗാസ്ഥിതി ഗുരുഭവനാധിപത്യം അങ്ങനെ ദേവസ്വാഭരണത്തിന്റെ ഒരു ലക്ഷണം ഉണ്ടോ ഗൃഹസ്ഥിയില്? ഇന്നലെ അത് ചർച്ച ചെയ്തതാ, ഇന്നലെ ചർച്ച ഉണ്ടായിരുന്നു. ദേവസ്വാഭരണത്തിന്റെ ലക്ഷണം പ്രത്യക്ഷമായിട്ടുണ്ടോ? ഇല്ല. ആ ദേവസ്വം ബ്രഹ്മസ്വം ഒക്കെ, ബ്രഹ്മസ്വം എന്ന് പറഞ്ഞൊന്നുമില്ല, ദേവസ്വമേ ഉള്ളൂ. ദേവസ്വം ബ്രാഹ്മണനെ ഏൽപ്പിച്ചാലേ അവര് ബ്രഹ്മസ്വം എന്ന് പറയല്ലേ. ബ്രാഹ്മണശാപം ഉണ്ടായിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞു. അത് ദേവസ്വാഭരണം കൊണ്ടാണ് എന്ന് പറയേണ്ട നിയമമില്ല. ഇവിടെ ഇപ്പൊ ചോദിക്കുന്ന കാര്യം ധനപരമായിട്ടുള്ള നാശത്തിന്റെ ഹേതുവായിട്ട് എന്തെങ്കിലും ദുരിതം കണ്ടെത്താനുണ്ടോ? നമ്മൾ ഇനിയും കണ്ടുപിടിക്കേണ്ടതുണ്ടോ? അതുണ്ടെങ്കിൽ എന്താണ്? അതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. നമുക്ക് ആ ചർച്ചയും കൂടെ അതും കൂടിയാണൊന്ന് ക്ലിയർ ആവാനുള്ളത്. ഭാരത്തെ ദുർബലപ്പെടുത്തുന്നത് ഗുളികന്റെ യോഗം ശനിയുടെ ദൃഷ്ടിയാണ്. ഗുളിക ഭവനാഥിന്റെ യോഗം ശനിയുടെ ദൃഷ്ടി. 2ാം ഭാവത്തെ അല്ല, ഈ പിന്നെ ധനാധിപനായിട്ടുള്ള ഗ്രഹത്തിന് ഇവിടെ ഗുണം ആണല്ലോ പറയേണ്ടത്. ധനസ്ഥാനത്ത് നിൽക്കുന്ന ഗുളികനാണോ, ധനാധിപനാണോ, മറ്റെന്തെങ്കിലും കാരണമാണോ എന്നാണ് അന്ന് ചർച്ച ചെയ്യണം. ഒരു കാര്യം പറഞ്ഞു വെച്ചതാണ്. അധിപനിലേക്കൊരു ചർച്ച പോകേണ്ടതുണ്ടാവില്ല. അതിലേക്കുള്ള അവസ്ഥയാണ് ചോദിക്കുന്നത്. അതെ, അവസ്ഥാദോഷത്തിന്റെ കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടു. തീർച്ചയായും തീർച്ചയായും. പുരുഷക്രിയാ സംഭവം മറ്റ് എന്തെങ്കിലും വിഷയങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഗണപതിയുടെ അത് പറഞ്ഞു കഴിഞ്ഞാൽ 2 വിഷയം ഞാൻ ശ്രദ്ധിച്ച വിഷയം. ഒന്ന് പിന്നീട് അറിഞ്ഞതാണ്. അതിന് മുൻപായിട്ട് ഈ പൂജകൻ ചെറിയൊരു അഭിപ്രായം പറയാൻ പോകുന്ന ഇവിടെ ഈ കളരിയിൽ നിന്ന് നിന്നാണോ കളരിയിലേക്കാണോ എന്നറിയാം. അപ്പോൾ അങ്ങ് വൈഷ്ണവത്തിൻ്റെ വിഷയം പറഞ്ഞു. വ്യാഴത്തിൽ പറയും ബലമുള്ള കാണുന്നുണ്ട്. അതിനൊന്നായിക്കോട്ടെ. കൃഷ്ണരാശി, അതുപോലെ തന്നെ ചക്രം, ഉദയത്തിൻ്റെ ദൃഷ്ടി, അതിന് വ്യാഴം ഉച്ചരാശിയിൽ. അപ്പോൾ ഇദ്ദേഹം ഇവിടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ശാന്തിയാണ്. അപ്പോൾ അദ്ദേഹം കേട്ടറിഞ്ഞൊരു വിഷയം എന്നോട് സൂചിപ്പിക്കുന്നു. കേട്ടറിയാൻ അനുഭവസ്ഥനും കൂടി. ആ ക്ഷേത്രത്തിൽ നിന്നും ഇങ്ങോട്ടാണോ അത് ഇവിടുന്ന് അങ്ങോട്ടാണോ? ഇവിടുന്ന് അങ്ങോട്ട് ഒരു എഴുന്നള്ളപ്പ് ഉണ്ടാകും. അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തുമായിക്കോട്ടെ. അത് പല സമയങ്ങളിലും ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടോ എന്നുള്ളത് ആദ്യം നമ്മളിത് ഇടക്കാലത്ത് വന്നതാണോ, അല്ലെങ്കിൽ പ്രാർത്ഥനമായിട്ട് ഇവിടെ പാരമ്പര്യമായിട്ടുള്ളതാണോ?
അല്ലെങ്കിൽ ഇവർ എന്തുകൊണ്ടാണ് പിന്നെ അത് അലസത എന്ന് പറയുന്ന ഒരു വിഷയം അത് അവിടെ എത്തിക്കട്ടെ, അത് ഇവരുടെ അനുഭവം കൊണ്ട് അവർ ചെയ്യുന്നതായിരിക്കും. പക്ഷെ അത്തരത്തിലൊരു വൈഷ്ണവ കോപമോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും, കാരണം ഈ ബാധാസ്ഥാനത്ത് എന്നുള്ള ഒരൊറ്റ വിഷയം മാത്രമേ ആ വ്യാഴത്തിന് ശ്രീകൃഷ്ണ ക്ഷേത്രം ഒരു രണ്ട് ഫർലോങ്ങളുള്ളൂ, എന്താ 2-3 ഫർലോങ്ങൾ. ശ്രീകൃഷ്ണ ക്ഷേത്രം, ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണപുരം കൃഷ്ണക്ഷേത്രം. അതെ, അത് അതിന്റെ ഈ ഊരാളന്മാരാരാണ്? ആലേക്കാട്ട് വന, അവിടെ മനിയുണ്ട്. ആലേക്കാട്ട് തൊട്ടടുത്ത് തന്നെ എൻ്റെ ഫ്രണ്ടിലാ. ആ പൂജകൻ തന്നെയാണ് ഇവിടെ രാശി പൂജയ്ക്ക് വന്നത്. അതിൻ്റെ അപ്പുറത്ത് അതെ അതെ, ദിഗ്ബലവാനായിട്ടുള്ള ബുധനും വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. അതിൻ്റെ വടക്ക് കിഴക്കായിട്ട് നരസിംഹമൂർത്തി ഉണ്ട്. ആ, ഒരു അവിടെ നിന്ന് 3 ഫർലോങ് 4 ഫർലോങ് ഉണ്ടാവും. ചെറുശ്ശേരി ബാധാരാശിസ്ഥിതി കൊണ്ട് ഒന്ന് അല്ലേ, അതെ, ബുധൻ ഒരു സ്വയംബാധയായിട്ടുള്ള ലഗ്നത്തിലും ബാധയിൽ വ്യാഴവും അത് ശ്രദ്ധിക്കണം. ദിഗ്ബലവാനായിട്ടുള്ള സ്വയംബുധഗുരു കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണന്റെ അവതാരം ഉണ്ടായിട്ടുണ്ട്. കൃഷ്ണന്റെ അവതാരം അനിഷ്ടപതി 11 നമ്മള് നമ്മുടേതായ കാരണം പറഞ്ഞ് നമ്മുടെ സൗകര്യങ്ങളും കാര്യം പറഞ്ഞിട്ട് നിഷേധിക്കപ്പെട്ടതല്ലായിരുന്നു അത്. ദോഷമായിട്ട് കണ്ടത്. സക്രിയ സംഭവത്തിൽ അന്യത്ര വിഷയങ്ങളൊന്നും പ്രത്യക്ഷമായി വിസ്മരിക്കപ്പെട്ടതൊന്നും ഉണ്ടാവില്ല. സൂത്രം നമുക്ക് നാളെ രാവിലെ ചിന്തിക്കാം. ഇപ്പൊ ഇന്ന് 2 ദിവസം കൊണ്ട് പറഞ്ഞതില് ഇനി നമുക്ക് പൂർത്തീകരിക്കാനുള്ളത് ദേവതാ വിഷയത്തിന്റെ അകത്തുള്ള ദേവതാ വിഷയങ്ങളിൽ 4 ദേവതകളെയാണ് ഇപ്പൊ നമ്മള് തിരഞ്ഞെടുത്തു. പൂർണ്ണമായിട്ട് കഥയുടെ അകത്തുള്ള 4 ദേവതകളെ ഇത് എന്നാണ് നമ്മൾ സ്ഥിരീകരിച്ചത്. ഇപ്പം അന്യങ്ങളായിട്ടുള്ള 6 ദേവതകളെയും കൂടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കളരി സമ്പ്രദായമായി. പിന്നെ ബാക്കിയുള്ള ദേവതകളിൽ ഭദ്രകാളിയും വിഷ്ണുവായും ഇവിടെ വേണ്ടതില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ ഉള്ളതുകൊണ്ട് അവരെ എങ്ങനെയാണ് ഇനി പരീക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മറ്റ് തറവാട്ടിൽ ആരാധിക്കേണ്ട ദേവതയായിരുന്നു ഭുവനേശ്വരിയും കാരണവരും എന്നൊക്കെ പറയുന്നത്. തറവാട്ടിൽ അതിപ്പം തറവാട് നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സഹിക്കുക നിവൃത്തിയുള്ളൂ. ഇതുകള് ദേവകാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തെക്ക് ഭാഗത്തുള്ള ഇല്ലവും അവിടുത്തെ ക്ഷേത്രവും തമ്മിലുള്ള പാരമ്പര്യ സ്ഥാനത്തിന്റെ ബന്ധം പൂർണ്ണമായിട്ട് നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് മനസ്സിലായി. അപ്പൊ ദേവതാകാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഏതാണ്ട് കൺട്രോൾഡ് ആണ്. അല്ലാതെ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളായിട്ടുണ്ടെങ്കിൽ അത് നാളെ നമുക്ക് ചർച്ച ചെയ്യാം. ബാക്കി എന്തെങ്കിലും വിഷയങ്ങൾ സ്വർണ്ണപ്രശ്നത്തിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ നാളെ ചർച്ച ചെയ്യാം. അതോടുകൂടെ നമുക്ക് പ്രശ്നം അവസാനിപ്പിക്കുകയും ചെയ്യാം. എന്തായിരുന്നാൽ നാളെ രാവിലെ ചിന്തിക്കാം.